ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് കോയിഗ്രാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൈനിയർ ടവർ മറൈൻ ഡ്രൈവ് എറണാകുളം. ഇന്നൊരു വലിയ ചതിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലക്കെടുക്കുന്നു. ഏറ്റവും ഉയർന്ന വില നൽകാം, അല്ലെങ്കിൽ ഉടൻ പണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടെ വന്ന് ഞങ്ങൾ സ്വർണം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ നമ്മളെല്ലാ മതിലുകളും കാണുന്നുണ്ട് ഇല്ലേ? അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ചതിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ അത്തരത്തിലുള്ള നമ്പറുകൾ കണ്ടാൽ വിളിക്കും, നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ. പക്ഷേ നിങ്ങൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടോ മൂന്നോ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ഈ സ്ഥാപനം എവിടെയാണ്, ഈ സ്ഥാപനത്തിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ, GST രജിസ്ട്രേഷൻ ഉണ്ടോ, ഇത് നിങ്ങൾ ചോദിച്ചിരിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ നിങ്ങളുടെ സ്വർണം കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന്റെയും ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെയും ഫലമായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം, ഇല്ലേ? നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. കാരണം ഈ അടുത്ത് ഒരു സംഭവം ഉണ്ടായി. സ്വർണ്ണാഭരണം പണയം വെച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ ഈ എടുക്കുന്ന പാർട്ടിയും കൊടുക്കുന്ന പാർട്ടിയും ഒരുമിച്ച് പോകുന്നു, പണം കൊടുക്കുന്നു, എടുക്കുന്നു. ഈ യാതൊരു ലേബലും ഇല്ലാത്ത സ്വർണം എടുക്കുന്ന അയാൾ ഇയാളുടെ കയ്യിൽ ഈ സ്വർണം വാങ്ങുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാളെ കാണാതാവുന്നു. ഇന്നിപ്പോൾ അത് കേസാണ്. ആ കേസ് ഒരു സ്ഥലത്ത് തന്നെയല്ല, പല സ്ഥലത്തും സംഭവിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ സ്വർണം കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും, ഇല്ലേ? രണ്ടാമത്തെ കാര്യം, ഇവരിത് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരു ത്ലാശ് ഉണ്ടാവും. അത് ഏതെങ്കിലും വഴിയരികിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തോ ചെന്നുകൊണ്ട് ഈ ത്ലാശിൽ ഇവര് ഈ ആഭരണം ഇടുന്നു. ആഭരണം വെയിറ്റ് നോക്കുന്നു. ഇവര് പറയുന്ന വെയിറ്റ്, കാരണം ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, ഈ ത്ലാശിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ത്ലാശിൽ വെയിറ്റ് നോക്കി കൃത്യമല്ലാത്ത വെയിറ്റ് നിങ്ങളോട് പറയുകയും വീണ്ടും ഇവരിതിൽ നിന്ന് 3%, 5%, 8% കുറച്ചുകൊണ്ട് 916 ആഭരണം എടുക്കുന്നു. നിങ്ങളവിടെ വഞ്ചിക്കപ്പെടുകയാണ്, തട്ടിക്കപ്പെടുകയാണ്. ഒരു കാരണവശാലും ഇതിൽ GST എന്ന് പറയുന്ന സംഭവം ഇല്ല. സ്വർണം വാങ്ങുമ്പോൾ പർച്ചേസ് ടാക്സ് ഇല്ല. അവർ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? 3% പർച്ചേസ് ടാക്സ് വരും, അതുകൊണ്ട് 3% അത് പോവും. 3% അതിൻ്റെ വിളക്കുറവിൻ്റെ കാര്യങ്ങൾ പോവും, അതായത് മെൽറ്റിംഗ് ലോസ് പോവും. പിന്നെ ഞങ്ങളുടെ സർവീസ് ചാർജ്, ഇതൊക്കെ കൂടി ചേർന്ന് ഇത്രയൊക്കെ വരും. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ട് ഇതാണ് റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കാം. പക്ഷെ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതായിരിക്കില്ല. നിങ്ങളോട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില ലഭിക്കും, അതുപോലെ യാതൊരു കുറവും വരില്ല, ഏറ്റവും നല്ല റേറ്റ് ആയിരിക്കും ഞങ്ങൾ തരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വില ലഭിക്കുമ്പോൾ ഒരുപാട് പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, നിങ്ങൾ വഞ്ചിതരായിട്ടുണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. എന്താണ്? നിങ്ങൾ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു GST രജിസ്ട്രേഷനുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വേണം സ്വർണം വിൽക്കാൻ. നിങ്ങൾക്ക് എന്തും ചോദിക്കാം. നാളെ അവിടെ ചെന്ന് എന്ത് സംശയം വേണമെങ്കിൽ ചോദിക്കാം. മറ്റത് നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ ഈ പറഞ്ഞ സ്ഥാപനമൊന്നുമില്ലാത്ത ആളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പിന്നീട് അവരെ ചിലപ്പോൾ ലഭിക്കാതിരിക്കാം, കാണാതിരിക്കാം. അബദ്ധം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളോട് പറയും പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ ഞങ്ങൾ മാറ്റി വേറെ പണയം സ്ഥാപനത്തിൽ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ പൈസ ലഭ്യമാക്കി തരാം, അതായത് ടേക്ക് ഓവർ ചെയ്ത് തരാം എന്ന് പറയും. അതിനവര് എടുക്കുന്നത് 2 ലക്ഷം രൂപ വരെ 3500 രൂപയാണ്. 2 ലക്ഷത്തിന് എബവ് വരുന്നത് 3% മുതൽ 6% വരെ സർവീസ് ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളൊരു ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഒഴിവാക്കി ന്യായമായ റേറ്റിൽ നിങ്ങൾക്ക് ഇത് എടുത്തു തരാനും കൊടുക്കുവാനൊക്കെ ഉള്ള കാര്യങ്ങൾ ജ്വല്ലറിക്കാർ ചെയ്തു തരും. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. മലയാളികൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്ന ആളുകളാണ്.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 ഇത് പറയുന്നത്. പ്രത്യേകിച്ചും സ്വർണം വിൽക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്ഥാപനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് വേണം നിങ്ങൾ സ്വർണം കൊടുക്കാൻ. അവിടെ ഇവിടെയും കാണുന്ന നമ്പറുകളിൽ വിളിച്ചുകൊണ്ടായിരിക്കരുത് നിങ്ങൾ സ്വർണം കൊടുക്കാൻ. ഏറ്റവും ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ കോയിക്കരാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വാങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളെ വിളിക്കാം, സമീപിക്കാം. ഞങ്ങളെ വിളിക്കാൻ സാധിക്കാത്തവർക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് സ്വർണം കൊടുക്കാം. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഏറ്റവും നല്ല റേറ്റ് നിങ്ങൾക്ക് തരുമെന്ന് തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്നവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം, മനസ്സിലാക്കാം. ഞാനിതിൽ പരസ്യമല്ല ചെയ്യുന്നത്. അതിനുപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുക മാത്രമാണ്. ദയവ് ചെയ്ത് അബദ്ധങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. നന്ദി.